നമസ്തേ. ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന CBSE ICSE സ്റ്റാൻഡേർഡ് 3 2025 സുഗമ ഹിന്ദി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യനും അതിനോടൊപ്പം തന്നെ ആ ഗൈഡാണെന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാ കുട്ടികളും സുഗമ ഹിന്ദിക്ക് ചേർന്നതാണ് അല്ലേ. അപ്പോൾ ഈ മോഡലാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ആദ്യം കൊടുത്തിരിക്കുന്നത് ചിത്ര ദേക്കർ ഉൻകെ നാം ഹിന്ദി മേ ലിഖിയെ. ഇവിടെ കുറച്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൻ്റെ പേര് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം വന്നിരിക്കുന്നത് ആം. എന്താണ് ആം? മാംഗോ അല്ലേ. ആം മാംഗോ. അടുത്ത് വരുന്നത് ഐനക്ക്. ഐനക്ക് എന്താണ്? കണ്ണട അല്ലേ. തബല. തബല എന്താ? തബല. മച്ചലി. മച്ചലി എന്താണ്? ഫിഷ്. അടുത്ത് വരുന്നത് നാലാമത്തത് ഫിഷ്. അപ്പോൾ ആം, ഐനക്ക്, തബല, മച്ചലി. അടുത്ത അഞ്ചാമത് വരുന്നത് സേബ്. സേബ് എന്താണ്? ആപ്പിൾ. 6 പേട്. പേട് എന്താണ്? ട്രീ. 7 സൂരജ്. സൂരജ് സണ്ണ്. ചണ്ട. ചണ്ട എന്താണ്? ഫ്ലാഗ്. ഉല്ലു. ഉല്ലു എന്താണ്? ഔള്. ചത്തരി അംബ്രല. അങ്കൂർ ഗ്രേപ്സ്. മോറ് പീക്കോക്ക്. അപ്പോൾ ഇതിൽ 12 പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു 3-4 പിക്ചറായിരിക്കും പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് എഴുതി പഠിക്കുക. കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന മാർക്ക് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരാതെ കൃത്യമായിട്ട് എഴുതുകയാണെങ്കിൽ ഫുൾ മാർക്കും കിട്ടും കേട്ടോ. അപ്പോൾ ആം, ഐനക്, തബല, മച്ചലി, സേബ്, പേട്, സൂരജ്, ചണ്ട, ഉല്ലു, ചത്തരി, അങ്കൂർ, മോറ്. അടുത്ത റോമറ്റർ 2 ആണ് വായിക്കുന്നത്. അടുത്ത് റോമറ്റർ 2 ആണ്. നിമ്നലിഖിത ശബ്ദമൊക്കെ അംഗ്രേസി ശബ്ദം ലിഖിയെ. ഇവിടെ കുറച്ച് ഹിന്ദി വാക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് എഴുതാനാണ്. ഡാക്കിയ. ഡാക്കിയ എന്താ? പോസ്റ്റ്മാൻ. ബതക്ക് ഡക്ക്. ഝർന വാട്ടർഫാൾ. ഉപവൻ ഗാർഡൻ. ബഹൻ സിസ്റ്റർ. ഗാജർ കാരറ്റ്. ഹാത്തി എലിഫൻറ്റ്. പുൽ ബ്രിഡ്ജ്. ഇമലി ടാമറിൻഡ്. ദേശ് കൺട്രി. അമരൂദ് ഗുവ. ഗേന്ദ് ബാള്. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് പേജിൽ വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ ഫസ്റ്റ് പേജ് കൊടുത്തിരിക്കുന്നത് നന്നായിട്ട് പഠിക്കുക. ഒരു 3 പ്രാവശ്യമെങ്കിലും എഴുതി പഠിക്കണം. എങ്കിലേ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലാതെ ഫുൾ മാർക്കും കവർ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് എഴുതുമ്പോഴെന്ത് ചെയ്യണം? നല്ല നീറ്റായിട്ട് തന്നെ എഴുതുക. ഒരു വാക്ക് പോലും തെറ്റാതെ ഇംഗ്ലീഷായാലും ഹിന്ദിയായാലും നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യുക? എഴുതി പ്രാക്ടീസ് കേട്ടോ. ഓരോ വാക്കുകളും ഒരു 3 തവണ വീതം എഴുതി പഠിക്കുക. അപ്പോൾ ഈ റോമറ്റർ 1 ഉം 2 എല്ലാവരും പഠിച്ചല്ലോ. അപ്പോൾ നമുക്ക് ഇങ്ങനെ അടുത്തത് വായിക്കാം. അടുത്ത് വരുന്നത് ശുദ്ധ വർത്തിനിയാണ്. ഇവിടെ 10 കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 4 ആയിരിക്കും വരുന്നത്. എല്ലാ സെക്ഷനിൽ നിന്നും 3-4 ക്വസ്റ്റ്യനേ വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ 2 തെറ്റാണ്, 1 കറക്റ്റ് ആൻസറാണ്. അപ്പോൾ അതിൽ വരുന്ന മോട്ട. ഇതാണ് മോട്ട. പതങ്ക്. കണ്ട ചിഹ്നമൊക്കെ മുകളിൽ കൊടുക്കണം. അടുത്ത് മിഠായി. ഈ മീരവള്ളി ഇടത്. മിഠായി. ഹാത്തി. ഹാത്തിയുടെ വള്ളി ഉണ്ടല്ലോ വലത്. ഉപവൻ. ലാക്ക്. ത്യോഹാർ. കൃപ. സഫേദ്. ഔരത്ത്. ഇപ്പോൾ മോട്ട എന്താ? തടിച്ച ആളിനാണ് മോട്ട അല്ലേ 1 എന്നുള്ളത്. പതങ്ക് കൈറ്റ്. മിഠായി മിഠായിന് സ്വീറ്റ്. ഹാത്തി എലിഫൻറ്റ്. ഉപവന് ഗാർഡൻ. ലാക്ക് ലക്ഷം. ത്യോഹാർ ഉത്സവം. കൃപ കൃപ. സഫേദ് വൈറ്റ്. ഔരത്ത് സ്ത്രീ. അടുത്ത റോമറ്റർ 4 വരുന്നത് ഇവിടെ വർണ്ണോങ്കോ ഉചിത സ്ഥാൻ പർ സഹി ശബ്ദ ലിഖിയെ. ഇവിടെ ഒരു ചിടിയ എന്ന് പറയുന്ന വാക്കിന് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. അതിനെ കറക്റ്റ് ഓർഡറിൽ എഴുതുക. അപ്പോൾ ആദ്യം വരുന്നത് ചിടിയ. അടുത്ത് വരുന്നത് സമോസ. അപ്പോൾ ചിടിയയുടെ 2 വള്ളി ഇടതാണ്. അത് ശ്രദ്ധിച്ച് തന്നെ എഴുതുക. അടുത്ത് സമോസ. ബൈൽഗാഡി. ആകാശ്. താലാബ്. ബാലക്ക്. സൈനിക്. ലോമടി. ഗായക്. ലഹർ. യമുന. ലഹർ. നഹർ. നഹർ എന്നാണ്, ലഹർ അല്ല. ആദ്യത്തത് നഹർ, രണ്ടാമത് യമുന, മൂന്നാമത് ലഹർ. അപ്പോൾ ഈ 2 സെക്ഷനും എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത നമ്മൾ ഒരു 5 പാർട്ട് വീഡിയോസാണ് ഇതിലിടാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതുക. അപ്പോൾ ഈ ഒരു പേജ് നമ്പർ 2ഉം 3ഉം കൂടെ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു 10 മാർക്കിൽ കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 പേജ് നന്നായിട്ട് എല്ലാവരും പഠിക്കുക. മറ്റൊരു വീഡിയോമേ വരുന്നത്. എല്ലാവർക്കും നമസ്കാരം.